കൊച്ചി 10-11 വർഷമായി ഞാൻ കൊച്ചിയിലെത്തിയിട്ട്. ഈ വർഷക്കാലം കൊച്ചിക്കുണ്ടായ മാറ്റം വലിയ മാറ്റമാണ്. ഞാൻ അന്ന് ഇവിടെ വരുന്ന ടൈമിൽ കൊച്ചിയിൽ മെട്രോൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ കൊച്ചി ഒരുപാട് മാറിപ്പോയി. ഈ കൊച്ചിക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോകാൻ തോന്നില്ല. എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട് ബാംഗ്ലൂർ പോയി സെറ്റിൽ ആയിക്കോട്ടെ എന്ന്. പക്ഷേ എന്തുകൊണ്ടാണ് കൊച്ചി തിരഞ്ഞെടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ വേറെ സ്ഥലത്തു നിന്ന് കൊച്ചിയിൽ വന്ന് സെറ്റിലായ ആൾക്കാർക്ക് അതിൻ്റെ റീസൺ അറിയാം. കാരണം എന്തൊരു മാന്ത്രിക വലയുണ്ട് കൊച്ചിക്ക്, എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം നമ്മളെന്താണെന്ന് നമ്മളെ പഠിപ്പിച്ചു തരും കൊച്ചി. കൊച്ചിയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൊച്ചി നമ്മളെപ്പോഴും ആഘോഷിക്കാനാണ് പഠിപ്പിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്താ? കുറച്ച് പാസ്ത, ക്യാരറ്റ് ഒക്കെ ഉള്ള മുട്ട, സോസേജ്, ക്യാരറ്റ്. പണ്ട് കൊച്ചിയിലേക്ക് വരുമ്പോൾ പേടിപ്പിച്ച് വിട്ടവരടുത്ത് എനിക്ക് ഇതേ പറയാനുള്ളൂ. കൊച്ചി പോലത്തെ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടതിൽ എനിക്ക് സന്തോഷം, അഭിമാനം മാത്രമേ ഉള്ളൂ. പഠിക്കാൻ കൊച്ചിയിലേക്കാണ്, അയ്യോ കൊച്ചിയിലേക്കോ എന്നൊക്കെ പറയുന്ന പാരൻസിൻ്റെ അടുത്ത് നല്ലതും ചീത്തയും എല്ലാ സിറ്റീസിലും ഉണ്ടാവും. അത് നമ്മൾ നല്ലതെടുക്കുക എന്നുള്ളത് നമ്മളെ മിടുക്ക് പോലെ ഇരിക്കും. അപ്പോൾ എനിക്ക് ഒരു കൊച്ചിക്കാരി ഇപ്പോൾ ആയതിൽ എനിക്ക് അത്രയും പ്രൗഡുണ്ട്. ഒരുപാട് ആൾക്കാരുടെ ഒരു മിക്സാണ് കൊച്ചി. കാരണം പല കൺട്രീസിൽ നിന്നാണെങ്കിലും നമ്മൾ സംസ്ഥാനത്തിലാണെങ്കിലും ജില്ലയിലാണ് പല സ്ഥലങ്ങളിലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. നമ്മൾ ആരും അളക്കാനൊന്നും വരില്ല. നമുക്കിഷ്ടമുള്ള പോലെ നമുക്ക് ജീവിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാം. നിങ്ങളൊരു നിറത്തിൻ്റെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ജോലിൻ്റെ പേരിലോ പൈസേൻ്റെ പേരിലോ ഒന്നും ആരും അളക്കാനോ കാര്യങ്ങളൊന്നും വരില്ല. എനിക്ക് ഈ സിറ്റിയിൽ വന്നതിന് ശേഷമാണ് ഞാൻ എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായത്. എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് മനസ്സിലായത് ഈ സിറ്റിയിൽ വെച്ചിട്ടാണ്. പിന്നെ അതുപോലെ ഒരു ധൈര്യം ഇല്ലയെന്നല്ല, പക്ഷേ എന്നാൽ കൂടുതൽ ഇവിടെ വന്നപ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ, ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും എന്ത് പ്രശ്നം വന്നാലും അതിനെ ഫേസ് ചെയ്യെല്ലാം കൊച്ചിയാണ്. അപ്പോൾ ഞാനിവിടെ തന്നെ ഉണ്ടാവും. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.